അതായത് ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ വിദേശ സംഭാവന നേരിട്ട് സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ 2018 കേരളത്തോട് കാട്ടിയത് വിവേചനമെന്ന് പാർലമെന്റ് രേഖകൾ വ്യക്തമാക്കുന്നു. പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് പല രാജ്യങ്ങളുടെയും സഹായ വാഗ്ദാനമുണ്ടെന്ന ബോധ്യത്തോടെയായിരുന്നു കേന്ദ്രം ഇതിന് തടസ്സം നിന്നത്. 2018 ഡിസംബർ 11 കേന്ദ്രം പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ ഇത് വ്യക്തമാണ്. പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് സഹായവും പുനരധിവാസവും ഒരുക്കാൻ ആഭ്യന്തര ഇടപെടലുകൾ മതിയെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ലോക്സഭയിൽ പറഞ്ഞത്. വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ നിലവിലെ നയം തടസ്സമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാസികൾ, ഇന്ത്യൻ വംശജർ എന്നിവർക്കും വിദേശ ഫൗണ്ടേഷനുകൾക്കും സംഭാവന നൽകുന്നതിന് തടസ്സമില്ലെന്നും അറിയിച്ചിരുന്നു. അതേ സർക്കാരാണ് വിദേശ രാജ്യങ്ങളുടെ പൗരന്മാരുടെ ഉൾപ്പെടെ സംഭാവന സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയത്. അതെ, അത് വ്യക്തമായിട്ടും വിവേചനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ ഇനി വരുന്ന സമയങ്ങളിൽ ഇത് തിരുത്തപ്പെട്ടേക്കാം. കാരണം ഈ വിവേചനമാണെന്ന് വ്യക്തമാണ്. കാരണം ഒരു സംസ്ഥാനത്തിന് മാത്രം അങ്ങനെ അനുവാദം നൽകുകയും മറ്റു സംസ്ഥാനത്ത് നൽകാതിരിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഒന്ന് നമ്മുടെ ഫെഡറൽ സംവിധാനം, അതൊരു ഫെഡറൽ സംവിധാനമല്ല, ഒരു ക്വാസി ഫെഡറൽ, അർദ്ധ ഫെഡറൽ സ്വഭാവമാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിനുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ സമീപനം തന്നെയാണ് കേന്ദ്രത്തിന് സ്വീകരിക്കാനായിട്ട് കഴിയുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള സമീപനം വന്നാൽ അത് വിവേചനമായിട്ട് ചിത്രീകരിക്കപ്പെടും. അതിനെ ന്യായീകരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ലെന്ന് ഞാൻ കണക്കാക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.